ചങ്ങനാശ്ശേരി SB കോളേജ് വിദ്യാർത്ഥി യൂണിയനെ ഇനി SFI നയിക്കും. 14-ൽ 11 സീറ്റുകൾ SFI പിടിച്ചെടുത്തു. ചെയർമാൻ, വൈസ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി, കൗൺസിലർ ഉൾപ്പെടെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളെല്ലാം SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. പരാജയത്തിന് പിന്നാലെ തെരുവിൽ തമ്മിൽ തല്ലി KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, ഐതിഹാസികമായ വിജയം SFI സ്വന്തമാക്കുന്നു അവിടെ. അതിന് പിന്നാലെയാണ് KSUവിന്റെ വലിയ അക്രമത്തിലേക്ക് അവർ മാറുന്ന സാഹചര്യവും ഉണ്ടായതല്ലേ? തീർച്ചയായിട്ടും അസിത, ദീർഘകാലമായി KSUവിന്റെ കൈവശമുണ്ടായിരുന്ന SB കോളേജ് ഇടക്കാലത്ത് SFI ഒരു പ്രാവശ്യം പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെ കഴിഞ്ഞ 2 വർഷക്കാലമായി KSUവിന്റെ കൈവശമായിരുന്നു SB കോളേജിലെ യൂണിയൻ. ഈ യൂണിയനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നതിന് പിന്നാലെ SFI പിടിച്ചെടുത്തത്. 14-ൽ 11 സീറ്റുകളും കരസ്ഥമാക്കി. ചെയർമാൻ, വൈസ് ചെയർമാൻ, ജനറൽ സെക്രട്ടറി, ആർട്ട് സെക്രട്ടറി, മാഗസിൻ, 2 യൂണിവേഴ്സിറ്റി കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ വിജയിച്ചു. ഇത് SFIയുടെ വിജയത്തിന് പിന്നാലെ കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. ഇരു വിഭാഗങ്ങളായി അണിനിരന്നുകൊണ്ട് ചങ്ങനാശ്ശേരി നഗരമധ്യത്തിലാണ് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തമ്മിലടിച്ചത്. കേട്ടാൽ അറയ്ക്കുന്ന ഭാഷയിലുള്ള അസഭ്യ വർഷങ്ങളുമായിട്ടാണ് നേതാക്കൾ തെരുവിൽ തമ്മിൽ തല്ലിയത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും വിജയത്തിന് പിന്നാലെ SFIയുടെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി ടൗണിൽ പ്രകടനവും നടന്നു. അസിത.